ഗാന്ധിജി എന്ന പ്രകാശപഥത്തിലൂടെ തെളിമയോടെയും മഹിമയോടെയും സഞ്ചരിച്ച ഗാന്ധിയനായിരുന്നു കെ കേളപ്പൻ. 1921 മുതൽ കേരളത്തിൽ, വിശേഷിച്ച് മലബാറിൽ അലയടിച്ച ദേശീയ സമരങ്ങളുടെയും സാമൂഹിക പരിഷ്കരണ പ്രക്ഷോഭങ്ങളുടെയും ചരിത്രത്തിൽ ഇത്രമേൽ കയ്യൊപ്പ് ചാർത്തിയ മറ്റൊരാളില്ല. അരനൂറ്റാണ്ടുകാലം അക്ഷരാർത്ഥത്തിൽ മഹാത്മജിയുടെ കേരളത്തിലെ പ്രതിപുരുഷനായി അദ്ദേഹം ജീവിച്ചു. മലയാളി എന്തുകൊണ്ടോ മറന്നുപോയ ഒരു സ്മൃതി കൂടിയാണ് കേളപ്പജിയുടേത്. 1889 ഓഗസ്റ്റ് 24 കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിലെ മൂടാടിയിൽ കീഴരിയൂരിലെ തേൻപൊയിൽ വീട്ടിൽ ജനനം. കണാരൻ നായർ, കൊയ്യപ്പള്ളി കുഞ്ഞമ്മ എന്നിവരാണ് മാതാപിതാക്കൾ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാശി ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA ബിരുദം നേടി. ചങ്ങനാശ്ശേരി സെൻറ്റ് ബക്സ്മാൻ ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലിക്ക് ചേർന്നു. സ്കൂളിലെ പ്രധാന അധ്യാപകനായ കപ്പന കണ്ണപ്പ മേനോൻ മുഖേന മന്നത്തു പത്മനാഭനുമായി പരിചയപ്പെട്ടു. ജാതി തിരിച്ചറിയുന്നതിനുള്ള ചിഹ്നമായി ഉപയോഗിക്കുന്ന വാൽനാമം ഉപേക്ഷിക്കാൻ ഇരുവരും തീരുമാനിച്ചു. അങ്ങനെയാണ് കൊയ്യപ്പള്ളി കേളപ്പൻ നായർ കെ കേളപ്പനും മന്നത്ത് പത്മനാഭപിള്ള മന്നത്തു പത്മനാഭനുമായി മാറിയത്. 1914 ഒക്ടോബർ 31 രൂപം കൊണ്ട NSSന്റെ ആദ്യ പ്രസിഡന്റായി കെ കേളപ്പൻ ചുമതലയേറ്റു. ഇക്കാലത്ത് തിക്കോടി TP അമ്മാളു അമ്മയെ വിവാഹം കഴിച്ചു. 8 വർഷം മാത്രമേ ദാമ്പത്യം നീണ്ടുനിന്നുള്ളൂ. ആദ്യ കുട്ടി ജനിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ അമ്മാളു അമ്മ മരണപ്പെട്ടു. വക്കീൽ ഗുമസ്തനായിരുന്ന പിതാവ് കേളപ്പനെ വക്കീലാക്കാൻ ആഗ്രഹിച്ചു. 1920 നിയമപഠനത്തിനായി മുംബൈയിലേക്ക് പോയി. എന്നാൽ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം പഠനം ഉപേക്ഷിച്ച് കോഴിക്കോട്ട് മടങ്ങിയെത്തി. പൊന്നാനി താലൂക്ക് കോൺഗ്രസ് സെക്രട്ടറിയായിരിക്കെ ആദ്യ തടവു ശിക്ഷ ലഭിച്ചു. 1924 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് തുടക്കത്തിൽ തന്നെ അറസ്റ്റിലായി. 6 മാസത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. മഹാത്മജി നയിച്ച ദണ്ഡിയാത്രയെ മാതൃകയാക്കി 1930 ഏപ്രിൽ 13 ഉപ്പുനിയമലംഘനത്തിനായി കോഴിക്കോട്ടു നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹികളെ നയിച്ചു. പോലീസ് മർദ്ദനത്തിനു പുറമെ 9 മാസത്തെ തടവു ശിക്ഷയ്ക്കും വിധേയനായി. 1931 നവംബർ 1 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കേളപ്പജി നേതൃത്വം നൽകി. സത്യാഗ്രഹം 10 മാസം പിന്നിട്ടപ്പോൾ 1932 സെപ്റ്റംബർ 22 അദ്ദേഹം മരണം വരെയുള്ള നിരാഹാര സമരം ആരംഭിച്ചു. ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം ഒക്ടോബർ 2 ഉപവാസം അവസാനിപ്പിച്ചു. 1938 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. 1940 വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധിജി കേളപ്പജിയെയാണ് തിരഞ്ഞെടുത്തത്. ഇക്കാലത്ത് 1 വർഷക്കാലം തടവ് ശിക്ഷ അനുഭവിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് തടവിലായി. 1945 മധ്യത്തിലാണ് ജയിൽ മോചിതനായത്. ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലും കേളപ്പജി നിലകൊണ്ടു. 1948 തൃശ്ശൂരിലും 1949 ആലുവയിലും ചേർന്ന ഐക്യകേരള സമ്മേളനങ്ങളിൽ അധ്യക്ഷനായി. നിരവധി പ്രാവശ്യം KPCC പ്രസിഡന്റായും പ്രവർത്തിച്ചു. 1951 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. സ്വതന്ത്രപ്രാപ്തിക്കു ശേഷം മഹാത്മജിയുടെ വിയോഗത്തിനും ശേഷം കോൺഗ്രസ് സംഘടനയ്ക്ക് പ്രസക്തിയില്ലാതായി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്.
തുടർന്ന് ആചാര്യ JB കൃപലാനിയുടെ നേതൃത്വത്തിലുള്ള കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നു. 1952 KMP സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1955 സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി. ഗാന്ധിജി എന്ന ദിവ്യപ്രഭാവമാണ് കേളപ്പനെ എന്നും നയിച്ചിരുന്നത്. ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രചാരണം ഒരു ദൗത്യമായി ഏറ്റെടുത്തു. കേരള ഗാന്ധി സ്മാരക നിധി, കേരള സർവോദയ സംഘം തുടങ്ങിയ ഗാന്ധിയൻ സംഘടനകൾക്ക് നേതൃത്വം നൽകി. മദ്യനിരോധനം, ഖാദി പ്രചരണം, ഹിന്ദി പ്രചാരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു. കേരള സർവോദയ സംഘങ്ങളിലൂടെ സംസ്ഥാനത്തെ ഖാദി പ്രവർത്തനങ്ങൾക്കും ഗ്രാമവ്യവസായ ഘടകങ്ങൾക്കും ശക്തി പകർന്നു. തവനൂരിൽ പോസ്റ്റ് ബേസിക് സ്കൂളും റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിച്ചു. അനീതിക്കും ആക്രമണത്തിനുമെതിരെ കേളപ്പൻ അവസാനം വരെ പോരാടി. ഗാന്ധിജിയെപ്പോലെ സ്വാതന്ത്ര്യത്തിനായുള്ള യഥാർത്ഥ പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല, സമൂഹത്തിലെ തിന്മകൾക്കും അസമത്വങ്ങൾക്കുമെതിരെ കൂടിയായിരിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. 1959 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ തിരുനാവായിയിൽ നടന്ന നിരാഹാര സത്യാഗ്രഹത്തിന് കേളപ്പൻ നേതൃത്വം നൽകി. 1968 അങ്ങാടിപ്പുറം തളി ക്ഷേത്ര പുനരുദ്ധാരണ ശ്രമങ്ങൾക്കും മുന്നിട്ടിറങ്ങി. 1968-69 കാലത്ത് മലപ്പുറം ജില്ലാ രൂപവത്കരണത്തിനെതിരെ ശക്തമായ നിലപാട് പുലർത്തിയിരുന്നു. 1971 ഒക്ടോബർ 7 നിസ്വാർത്ഥ പൊതുജീവിതത്തിൻ്റെ പ്രതീകമായ കേളപ്പൻ 82 വയസ്സിൽ കോഴിക്കോട്ട് അന്തരിച്ചു. സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സർവോദയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കവേ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സന്ദേശം കേളപ്പജിയെ തേടിയെത്തി. രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ഉത്തരവാദപ്പെട്ട ചുമതല വഹിക്കണമെന്നും ഏതെങ്കിലും സംസ്ഥാനത്ത് ഗവർണർ പദവി സ്വീകരിക്കണമെന്നുമായിരുന്നു അത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നോ അങ്ങനെ സ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചോ അല്ല ദേശീയ സമരത്തിൻ്റെ ഭാഗമായതെന്നും തന്നേക്കാൾ അർഹരായ മറ്റാർക്കെങ്കിലും ആ പദവി നൽകണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. കേന്ദ്രമന്ത്രിസഭയിലേക്ക് VK കൃഷ്ണമേനോൻ മുഖേന നെഹ്റുവിൻ്റെ ക്ഷണമെത്തിയപ്പോഴും ഇതേ മറുപടി അദ്ദേഹം ആവർത്തിച്ചു. പത്മഭൂഷൺ നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തോടും സ്നേഹപൂർവ്വം കേളപ്പൻ തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകാൻ ഭൂവുടമകളെ പ്രേരിപ്പിക്കുന്നതിനായി ആചാര്യ വിനോബ ഭാവെ 1951 ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിന് കേളപ്പൻ നേതൃത്വം നൽകി. മുച്ചുകുന്ന് വലിയ മലയിലെ കുടുംബസ്വത്തായ 35 ഏക്കർ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ദാനം ചെയ്തു. ഭൂവുടമകളോട് 1/6 ഭൂമി മാത്രം വിനോബ ഭാവെ ആവശ്യപ്പെട്ടിരുന്ന കാലത്താണ് മുഴുവൻ കുടുംബസ്വത്തും കേളപ്പജി ദാനം ചെയ്തത്. ആകാശവാണി കേളപ്പനുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ നിന്ന് കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വ്യസനിക്കേണ്ടതായി യാതൊന്നുമില്ല. ഈശ്വരൻ നൽകിയ എളിയ കഴിവുകൾ തൻ്റെ അയൽപ്പക്കത്തുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തിയ ഒരുവൻ്റെ ശാന്തമായ സംതൃപ്തിയാണെന്നെനിക്കുള്ളത്. അത് കുറെ കൂടി നന്നാക്കാനാവുമായിരുന്നു എന്നത് നേരാണ്. പക്ഷേ അത് കൂടുതൽ ചീത്തയാവാമായിരുന്നുവെന്നും പറയാമല്ലോ.